വെൽക്കം ബാക്ക്. നമ്മൾ തുടങ്ങുകയാണ്. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ് ഇനി പോകേണ്ടത്. നേരത്തെ പ്രവിധ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വാർത്തകൾ പുറത്തു വന്നൊരു ദിനം കൂടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, നമ്മുടെ എല്ലാം ശ്രദ്ധാകേന്ദ്രമായത് ഇന്നും ഷിരൂരിലെ തിരച്ചിലാണ്. അവിടെ നിർണായകമായ ചില നീക്കങ്ങൾ നടന്നു, ഒപ്പം കണ്ടെത്തലും ഉണ്ടായി അല്ലേ? നോക്കാം ഷിരൂരുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന്. തിരച്ചിലിൽ നിർണായക കണ്ടെത്തൽ. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിലിൽ പുരോഗതി. നാവികസേന നടത്തിയ തിരച്ചിലിൽ അർജുൻ ഓടിച്ച ലോറിയുടെ കയർ ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെത്തി. ഈ ഭാഗം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തും. നദിയിൽ അടിഞ്ഞുകൂടിയ പാറയും വൻമരങ്ങളും ഉൾപ്പെടെ നീക്കം ചെയ്യാൻ ഗോവയിൽ നിന്ന് ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിക്കും. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘവും തിരച്ചിലിൽ സജീവമായി. മറ്റന്നാൾ ഗംഗാവലിയിൽ തിരച്ചിൽ പുനരാരംഭിക്കും. പുഴയുടെ ഒഴുക്കിന് ശക്തി കുറഞ്ഞതും മഴ മാറി നിന്നതും തിരച്ചിലിന് അനുകൂലമായി. അതോടെ ഗംഗാവലിയുടെ ആഴങ്ങളിൽ അടയാളങ്ങൾ കണ്ടു തുടങ്ങി. പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ സംഘമാണ് ആദ്യം തിരച്ചിൽ തുടങ്ങിയത്. NDRFും SDRFും പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നു. നാവികസേനയുടെ 2 ഡൈവർമാരും ഇന്ന് പുഴയിലിറങ്ങി. കണ്ടെത്തിയ കയറിന്റെയും ലോഹഭാഗങ്ങളുടെയും ചിത്രം നേവി എക്സിൽ പങ്കുവച്ചു. അർജുൻ ഓടിച്ച ലോറിയിലേതാണ് കയറെന്ന് ലോറി ഉടമ മനാഫ് തിരിച്ചറിഞ്ഞു. ലോഹഭാഗങ്ങളുടെ കാര്യത്തിലെ അവ്യക്തത നീക്കാൻ ഇവ വാഹന നിർമ്മാതാക്കളായ ഭാരത് ബെൻസിന് പരിശോധനയ്ക്ക് അയക്കും. നാളെ തിരച്ചിലുണ്ടാകില്ല. മറ്റന്നാൾ കയർ കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധന നടത്തുമെന്ന് ഉത്തരകന്നഡ SP M. നാരായണ 24നോട് പറഞ്ഞു. That rope, which is supposed to be Arjun's vehicle's rope, which is used for the tightening of the logwoods. Now we got the crucial information now. Next we will take the experts' opinion and will continue the operation. Today it is a crucial day and we got the crucial evidence. മണ്ണിടിഞ്ഞതിനെ തുടർന്ന് പുഴയുടെ അടിത്തട്ടിൽ വലിയ മൺതിട്ടകൾ രൂപപ്പെട്ടിട്ടുണ്ട്. കൂറ്റൻ പാറകളും തിരച്ചിലിന് പ്രതിസന്ധിയാണെന്ന് ഈശ്വർ മാൽപ്പെ പറഞ്ഞു. അർജുനൊപ്പം കാണാതായ ലോകേഷ്, ജഗന്നാഥ് എന്നിവർക്ക് വേണ്ടിയും മറ്റന്നാൾ മുതൽ തിരച്ചിൽ നടത്തുമെന്ന് മാൽപ്പെ പറഞ്ഞു. മണ്ണിപ്പോൾ അവിടെ ഞങ്ങൾ ചവിട്ടിയെങ്കിൽ കാല് ഉള്ളു പോകില്ല, ഗട്ടിയുണ്ട്. മണ്ണ് മാട്ടിയ നല്ലത്, ഒരേ മധുരം ഇരിക്കുന്നത്, എല്ലാ മധുരം കല്ല് മണ്ണ് മുത്തിട്ടുണ്ട്. ടൈറ്റ് വീസ്. പുഴയുടെ അടിത്തട്ടിലെ മണ്ണ് നീക്കാൻ ഗോവയിൽ നിന്ന് തിങ്കളാഴ്ചയോടെ ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിക്കും. ഇതിന്റെ ചെലവ് ജില്ലാ ഭരണകൂടം വഹിക്കും. തിരച്ചിൽ അവസാനിപ്പിക്കില്ലെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണസെയിൽ പറഞ്ഞു. From 16th we will make. Until 16th we will see that we will bring that machine also. In the meantime, I requested your agri-based company also to send that machine. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഡ്രഡ്ജർ എത്തിക്കാൻ തീരുമാനമായത്. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. ടീം 24 ഷിരൂർ. അപ്പോൾ എന്നാൽ ഇന്നത്തെ തിരച്ചിലിൽ ഒരുപാട് പുരോഗതി ഉള്ളതിൽ വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. കാരണം ഒരുപാട് നാളുകൾ ഈ തെരച്ചിൽ നേരത്തെ നടത്തിയെങ്കിലും അതിലൊന്നും ഇത്തരത്തിൽ ഒന്നും ലഭിക്കാത്തത് വലിയ ഒരു സങ്കടവും ഒക്കെ ആയിരുന്നു നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ പ്രതികരണം പ്രധാനമായും ഉണ്ടായത് അർജുൻ്റെ കുടുംബത്തിൽ നിന്നാണ്. എന്തായാലും ഇന്നത്തെ തെരച്ചിൽ തൃപ്തരാണ് എന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. അതെ, ആ കയർ കണ്ടെത്തിയ ഇടത്ത് തന്നെ ലോറി ഉണ്ടെന്ന് കരുതുന്നതായി അർജുന്റെ സഹോദരി അഞ്ജു പറഞ്ഞു. കയറ് കിട്ടിയ സ്ഥലത്ത് തന്നെയാണ് ഇപ്പം ഹസ്ബൻഡ് വിളിച്ചപ്പോൾ പറഞ്ഞ 100% അവിടെ തന്നെയാണെന്നുള്ള ഒരു സ്ഥിരീകരണമാണ് പറയാൻ കഴിഞ്ഞത്. ഇന്നത്തെ നിർത്തിയാലും ഇനിയിപ്പോൾ ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ തന്നെ തുടരുന്നതാണ്. ഇനിയിപ്പോൾ എന്താണ്, ലോറിയെങ്കിലും കണ്ടുപിടിക്കുന്നവരെ ഇത് നിർത്തൂല എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലോറിയും അർജുൻ ഉൾപ്പെടെയുള്ള മറ്റ് 2 പേരെ അടക്കം എങ്ങനെയും കണ്ടുപിടിക്കും എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. തിങ്കളാഴ്ച ഡ്രഡ്ജർ എത്തുള്ളൂ. ഇന്നത്തെ ഒരു തെരച്ചിലും മറ്റും നിങ്ങൾ തൃപ്തരല്ലേ ഇപ്പം നിലവിൽ? അതെ, തൃപ്തരാണ്. അപ്പോൾ കുടുംബം
തൃപ്തി പറയുന്നുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലുണ്ടായ ഒരു ചെറിയ വിവാദമാണ് ഈ ഡ്രഡ്ജിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട്. അത് കേരളത്തിൽ നിന്നും എത്തിച്ചില്ല എന്ന് കർണാടകയിലെ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ നേരത്തെ പറഞ്ഞിരുന്നു. ആ ആരോപണത്തിന് മറുപടിയുമായി മന്ത്രി പി പ്രസാദ് ഇന്ന് രംഗത്തെത്തി. ഡ്രഡ്ജർ എത്തിക്കാൻ കേരളം ആദ്യമേ സന്നദ്ധത അറിയിച്ചിരുന്നതാണ്. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധിച്ചിരുന്നു. പുഴയുടെ ആഴവും ഒഴുക്കും തടസ്സമായതിനാലാണ് യന്ത്രം പ്രവർത്തിപ്പിക്കാൻ കഴിയാതിരുന്നത്. ആഴം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ യന്ത്രം പ്രവർത്തിപ്പിക്കാമെന്നും എന്ത് സഹായവും ചെയ്യാൻ കേരളം തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു. അന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കൊണ്ടുപോകുന്ന ഈ ഡ്രഡ്ജർ, ഈ ഉപകരണം ഈ ആഴമുള്ളിടത്ത് പ്രവർത്തിപ്പിക്കാൻ ചില പ്രയാസങ്ങൾ കണ്ടു. നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നത് പറഞ്ഞു കഴിയുന്നത്. ഇപ്പോൾ അത് അവിടെ അനുയോജ്യമാവുമെങ്കിൽ നമുക്കത് വിടുന്നതിനകത്ത് യാതൊരു പ്രശ്നവുമുള്ള കൂട്ടത്തിലല്ല അത്. അപ്പോൾ പ്രായോഗികമായുള്ള ബുദ്ധിമുട്ടാണ് അവിടെ. ആ രീതിയിൽ എന്താണ് ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള ഡ്രഡ്ജിംഗ് മെഷീനാണ് തൃശ്ശൂരിലുള്ളത് എന്നാണ് മന്ത്രി പി പ്രസാദ് പറഞ്ഞത്. പക്ഷേ അതേസമയം ഗോവയിൽ നിന്നും പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി വരുന്നുണ്ട്. അതായത് ഈ മണ്ണ് നീക്കം ചെയ്യാൻ ഡ്രഡ്ജർ വിട്ടു നൽകുന്നതിന് അഭ്യർത്ഥന ലഭിച്ചു എന്നാണ് ഗോവയിലെ തുറമുഖ വകുപ്പ് മന്ത്രി അലക്സിസ് സെക്വേര ഇന്ന് 24 പറഞ്ഞത്. അത് കാർബർ പോർട്ട് ക്യാപ്റ്റനാണ് ഡ്രഡ്ജർ ആവശ്യപ്പെട്ടത്. വിശദാംശങ്ങൾ ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം 24 പറഞ്ഞു. I wanted to check whether anything is happening from Goa side regarding. We have spoken about some company that is supposed to do the dredging, who requires the permission. I think we are waiting for some details from that company to permit the vessel. Some DB Bhagwati. Okay, PP Bhagwati. So who actually contacted? Contacted by your Captain of Ports, Karwar. Karnataka Marine Board. Okay. And said that we should give permission for this particular dredger. So what will be the next stage, sir? So we are waiting. We have written to Director Ports and member Maritime Karnataka Maritime Board, but we are waiting for their response. ഇനി നമ്മൾ ശിരൂരിൽ നിന്ന് നേരെ വയനാട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. NDRFന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ ഇന്ന് നടത്തിയ തിരച്ചിലിൽ ആരെയും കണ്ടെത്താനായില്ല. 118 പേരെയാണ് ഇനിയും കണ്ടെത്താൻ ബാക്കിയുള്ളത്. ദുരന്തത്തിൽ ലഭിച്ച മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഉൾപ്പെടെ 401 DNA പരിശോധന പൂർത്തിയാക്കി. ഇനി കണ്ടെത്താനുള്ളത് 118 പേരെയാണ്. ഇവർക്കായി തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ചൂരൽമല മുണ്ടക്കൈ മേഖലകളിൽ 6 സോണുകൾ കേന്ദ്രീകരിച്ചും ചാലിയാർ പുഴയുടെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുമാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇന്ന് കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടത്തിയത്. 6 പഞ്ചായത്തുകളിലും രാവിലെ മുതൽ തന്നെ റവന്യൂ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരടങ്ങുന്ന സംഘം നമ്മൾ കണ്ടെത്തിയിട്ടുള്ള വീടുകൾ വീണ്ടും കാണാനും ധാരണയുണ്ടാക്കാനും അവിടെ വേണ്ടത് എന്തൊക്കെയാണ് എന്ന് നോക്കാനും വേണ്ടി തിരിച്ചിട്ടുണ്ട്. ചൂരൽമലയിൽ ആദ്യഘട്ട രക്ഷാപ്രവർത്തനത്തിനായി താൽക്കാലികമായി നിർമ്മിച്ച നടപ്പാലം പൊളിച്ചുമാറ്റി. ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ പാലത്തിന്റെ ചില ഭാഗങ്ങൾ തകർന്നിരുന്നു. ഇതോടെയാണ് ആർമി ഉദ്യോഗസ്ഥർ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ സഹായത്താൽ പാലം പൊളിച്ചത്. അന്നേരത്തെ റെസ്ക്യൂ ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ആ സമയത്തേക്ക് ഒരു ഇട്ടുകൊടുത്ത ഒരു ടെമ്പററി നടപ്പാത എന്ന് മാത്രമേ ഉള്ളതിന്. വെള്ളം മേലിൽ കൂടെ ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതത്ര സ്റ്റെബിലിറ്റി അല്ലെന്നുള്ളതുകൊണ്ട് നമുക്ക് മേളിൽ നിന്ന് ഓർഡർ വന്ന് അതങ്ങ് അഴിച്ചു മാറ്റിയേക്കാൻ പറഞ്ഞ് അങ്ങനെ അഴിച്ചു മാറ്റിയതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള 6 അംഗ വിദഗ്ധ സംഘം ദുരന്ത മേഖലയിൽ തുടരുകയാണ്. ദുരന്ത പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലെയും അനുബന്ധ മേഖലകളിലെയും അപകട സാധ്യതകളാണ് സംഘം വിലയിരുത്തുന്നത്. 10 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സംഘം സർക്കാരിൽ സമർപ്പിക്കും. ദുരന്തം കഴിഞ്ഞ് 2 ആഴ്ച പിന്നിടുമ്പോൾ തെരച്ചിലിനോടൊപ്പം പുനരധിവാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഈ മാസം 20-നകം മുഴുവൻ പേർക്കും വാടക വീടുകൾ കണ്ടെത്താനാണ് നീക്കം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വാടക വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും നഷ്ടപ്പെട്ടതിന് പകരമാകില്ലെങ്കിലും പതിയെ ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കയറാനുള്ള ശ്രമത്തിലാണ് മുണ്ടക്കയിലെ അതിജീവിതർ. ടീം 24 വയനാട്. തിരച്ചിൽ ഒരു സൈഡിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇനി മുന്നോട്ട് എന്തെന്നുള്ള ആ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബത്തിന് 6 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ. ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസം ഈ മാസം 30-നകം തന്നെ പൂർത്തിയാക്കാൻ ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട്. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് ആദ്യം പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപയ്ക്ക് പുറമെയാണ് 4 ലക്ഷം രൂപ കൂടി നൽകാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. 60% അംഗവൈകല്യം സംഭവിച്ചവർക്ക് 75,000 രൂപയും
40 മുതൽ 60% വരെ വൈകല്യമുണ്ടായവർക്ക് 50,000 രൂപയും സഹായധനം നൽകും. കാണാതായവരുടെ ആശ്രിതർക്കും സഹായം നൽകാൻ തീരുമാനമായി. മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം രൂപയാണ് സാധാരണ ധനസഹായം ലഭിക്കുക. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ കൂടി അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. 60%-ലധികം വൈകല്യം ബാധിച്ചവർക്ക് 75,000 രൂപ, 40% മുതൽ 60% വരെ വൈകല്യം ബാധിച്ചവർക്ക് 50,000 രൂപ. അതിജീവിതരുടെ താൽക്കാലിക പുനരധിവാസത്തിനുള്ള നടപടികൾ വേഗത്തിലാക്കി. ജില്ലയിൽ 12 ക്യാമ്പുകളിലായി കഴിയുന്നത് 527 കുടുംബങ്ങളാണ്. നേരത്തെ പല കുടുംബങ്ങളും സന്നദ്ധ പ്രവർത്തകർ എടുത്തു നൽകിയ വാടക വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറി. സ്വന്തം നിലയ്ക്ക് വാടക വീട് കണ്ടെത്തുന്നവരുമുണ്ട്. ബന്ധുവീടുകളിലേക്ക് മാറുന്നവർക്കും സ്വന്തമായി വീട് കണ്ടെത്തുന്നവർക്കും ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മാസം 6,000 രൂപ ലഭിക്കും. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വാടക വീടുകൾ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ആവശ്യമായ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ നൽകിയാണ് താൽക്കാലിക പുനരധിവാസം. കേന്ദ്ര സഹായത്തിനായി 10 ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും. കേന്ദ്രത്തിന്റെ മുമ്പിലേക്ക് കേരളത്തിന് ഏകദേശമായി ചെയ്യേണ്ട സഹായങ്ങളെ സംബന്ധിച്ചൊരു പൊതുരൂപരേഖ ഇതിനകം ലഭ്യമായി കഴിഞ്ഞു. കൃത്യം കണക്ക് ചില്ലറ സംഖ്യ ഉൾപ്പെടെ കൂട്ടി കണക്കാക്കി DM ആക്ട് പ്രകാരം തയ്യാറാക്കേണ്ട ഒരു സാങ്കേതികത്വം മാത്രമേ ഉള്ളൂ. ഒരു 5-10 ദിവസത്തിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി സമർപ്പിക്കാവുന്നതാണ്. ആ സമർപ്പണം പോയിന്റ് ബൈ പോയിന്റ് ആയിരിക്കും. 1200 കോടി രൂപയുടെ നഷ്ടം കണക്കാക്കി പ്രാഥമിക കണക്ക് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി 24-നോട് പറഞ്ഞു. വീടുകൾ നിന്നയിടത്ത് കല്ലും മണ്ണും മാത്രം ബാക്കി. നഷ്ടപ്പെട്ടതിന് പകരമാകില്ല ഒന്നും. എങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വാടക വീടുകളിലേക്ക് മാറി ആ പഴയ ജീവിതം തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുകയാണ് മുണ്ടക്കയിലെ അതിജീവിതർ. അവരെ ചേർത്ത് പിടിച്ച് നാടും. ക്യാമറാമാൻ ജിനുവിനോടൊപ്പം സുഹൈൽ മുഹമ്മദ്, 24 വയനാട്. യെസ്, അപ്പോൾ സർക്കാർ ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായും ഉറപ്പ് വരുത്തേണ്ടത് ഈ വാടക അത് മുടക്കമില്ലാതെ അവർക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. പുത്തുമലയിലേക്കുള്ള അതിജീവിതർ ഇപ്പോഴും അത്തരം പരാതികളും ആക്ഷേപങ്ങളും ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇവിടെ അത് നിർബന്ധമായും ഉറപ്പാക്കണം എന്ന ആവശ്യം ശക്തമായി തന്നെ ഉയർന്നു വരുന്നത്. അധികൃതർ അത് ആ ഉറപ്പ് പാലിക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും. നമുക്ക് ഈ കാലാവസ്ഥാ റിപ്പോർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി ലക്ഷദ്വീപിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിനുള്ള വിലക്ക് തുടരും. ഇപ്പോൾ മലപ്പുറത്തുനിന്ന് മറ്റൊരു വാർത്ത കൂടി വരുന്നു. മലയോര മേഖലയിൽ കനത്ത മഴ പെയ്യുകയാണ്. ഇപ്പോൾ നിലമ്പൂർ മേഖലയിൽ കാരക്കോട്, മണിമൂളി, മരുത സ്കൂളുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു എന്ന വാർത്ത കൂടി അവിടെ നിന്നും സമീർ ബിൻ കരീം അപ്ഡേറ്റ് ചെയ്യുന്നു. 300ഓളം പേരെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് അവിടെ നിന്നാണ് ഏറ്റവും പുതിയ വിവരം. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്നാണ് ഈ നടപടി എന്നുകൂടി സമീർ ബിൻ കരീം മലപ്പുറത്തു നിന്നും അറിയിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്തയിലേക്ക് കടക്കാം. വടകര ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് പങ്കുവച്ചതിന് മുൻ MLA KK ലതികയെ വിമർശിച്ച് KK ശൈലജ. തെറ്റാരു ചെയ്താലും ശിക്ഷിക്കപ്പെടണമെന്ന് KK ശൈലജ പറഞ്ഞു. CPIM-നെതിരെ പ്രതിപക്ഷം വിമർശനം കടുപ്പിച്ചിരിക്കുകയാണ്. അതേസമയം വിവാദത്തിൽ P. ജയരാജനെതിരെ ഒളിവുമായി CPIM വിട്ട കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു C. തോമസ് രംഗത്തെത്തി. വടക്കൻ പാട്ടുമായി ബന്ധിപ്പിച്ചാണ് മനുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഇടത് സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിലാണ് എന്ന പോലീസ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നതാണ് CPIM-നെ പ്രതിരോധത്തിലാക്കിയത്. ഇതിനു പിന്നാലെ സ്ക്രീൻഷോട്ട് ഫേസ്ബുക്കിൽ പങ്കുവച്ച മുൻ MLA KK ലതികയെ LDF സ്ഥാനാർത്ഥിയായിരുന്ന KK ശൈലജ തള്ളിപ്പറഞ്ഞു. അങ്ങനെ ഷെയർ ചെയ്യണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ലതികയോട് ഞാൻ ചോദിച്ചു, എന്തിനാണത് ഷെയർ ചെയ്തത്? അല്ല, ഇങ്ങനെയെല്ലാം നടക്കുന്നുണ്ടെന്ന് പൊതുജനം അറിയണ്ടേ, അതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്ത് കാണിച്ചു. പോലീസ് റിപ്പോർട്ട് പ്രതിപക്ഷം CPIM-നെതിരെ ആയുധമാക്കി. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിൽ KK ലതികയുടെ പങ്ക് വ്യക്തമാണെന്നും CPIM ചെയ്ത കാര്യം ഭീകരപ്രവർത്തനത്തിന് സമാനമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒരുതരം ഭീകരപ്രവർത്തനത്തിന് സമാനമായ വിദ്വേഷ പ്രവർത്തനമാണ് CPM നടത്തിയത്. വിദ്വേഷ പ്രവർത്തനത്തിന് ഗവേഷണം നടത്തുന്ന BJP പോലും ഇവരുടെ മുമ്പിൽ നാണിച്ച് തലതാഴ്ത്തി നിൽക്കേണ്ട സ്ഥിതിയാണ്. സ്ക്രീൻഷോട്ടിന് പിന്നിലെ സത്യാവസ്ഥ നേരത്തെ മനസ്സിലായതാണെന്ന് ഷാഫി പറമ്പിൽ MP. കേസിൽ പോലീസിന് മെല്ലെപ്പോക്കെന്ന് വിമർശനം. എനിക്കിങ്ങനെ അത്യാഹ്ലാദമോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ആഘോഷമൊന്നുമില്ല. കാരണം ഞങ്ങൾക്കിത് നേരത്തെ അറിയാവുന്നതാണ്. പോരാളിമാരുടെയൊക്കെ പേര് വിവരങ്ങളൊക്കെ വന്നു തുടങ്ങുന്നത് നല്ല ലക്ഷ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. യൂത്ത് ലീഗ് MSF പ്രവർത്തകർ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് യൂത്ത് ലീഗ് തീരുമാനം. സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട കേസ് അടുത്ത ദിവസം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്.
ഇതിനോടകം തന്നെ വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിട്ടുണ്ട്. അത് പ്രതിപക്ഷം ഏറ്റെടുത്തിട്ടുമുണ്ട്. അതെനിക്കൊന്നും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ വിഷയം വീണ്ടും പൊങ്ങി വരുന്നത്. അതിലിപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇന്നുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്താണ് മുഖ്യമന്ത്രി ഇതിൽ പറഞ്ഞത് എന്ന് നോക്കാം. വടകര കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പ്രതികരിച്ചാണ് മുഖ്യമന്ത്രി ഇന്ന് രംഗത്തെത്തിയത്. പോലീസ് റിപ്പോർട്ട് തന്റെ കയ്യിലില്ല, റിപ്പോർട്ട് സംബന്ധിച്ച വാർത്തകൾ ചില പത്രങ്ങളിലൂടെയാണ് കണ്ടത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പ്രതികളെ രക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് മുസ്ലിം ലീഗിന്റെ ആരോപണം. ഈ ആരോപണവുമായി PMA സലാം രംഗത്തെത്തി. പോലീസ് റിപ്പോർട്ടിൻ്റെ കാര്യം ഞാൻ പത്രത്തിൽ കണ്ടു. ഞാൻ എൻ്റെ കയ്യിൽ അതിന് റിപ്പോർട്ടില്ല. നോക്കാം എന്താണെന്നുള്ളത്. അത് സാധാരണഗതിയിൽ പോലീസല്ലേ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം പോലീസ് പരിശോധിച്ച് വരട്ടെ എന്താണെന്നുള്ളത്, എന്നിട്ടല്ലേ നമ്മൾ നോക്കേണ്ടത്. പോലീസ് ആവശ്യമായ നടപടികൾ എടുക്കാതിരിക്കുകയും പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് കാണുകയും ചെയ്തപ്പോഴാണ് പാർട്ടി കോടതിയെ സമീപിച്ചത്. ആ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അല്പമെങ്കിലും മുന്നോട്ട് പോയത്. എന്നാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അനങ്ങാപ്പാറ നയം തന്നെയാണുള്ളത്. കുറ്റവാളികളെ ശിക്ഷിക്കുന്നത് വരെ, അർഹമായ ശിക്ഷ നേടിക്കൊടുക്കുന്നവരെ നിയമത്തിൻ്റെ വഴിയിലൂടെ മുസ്ലിം ലീഗും യൂത്ത് ലീഗും പോഷക സംഘടനകളും മുന്നോട്ട് പോകും. അതെ, അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ഇനി നമുക്ക് നേരെ കമന്റ് ബോക്സിലേക്ക് വന്നു അനുപത, അശ്വിൻ പാലാഴി ഒരു വാർത്ത ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. പ്രവിത, ലഹരി സംഘങ്ങൾ തമ്മിലുള്ള തർക്കം അത് എറണാകുളം പറവൂരിലാണ്. അവിടെ ഒരാൾക്ക് കുത്തേറ്റു എന്ന വാർത്തയാണ് ഇപ്പോൾ അശ്വിൻ പാലാഴി റിപ്പോർട്ട് ചെയ്യുന്നത്. കൈതാരം സ്വദേശിക്കാണ് കുത്തേറ്റിരിക്കുന്നത്. കുത്തേറ്റയാൾ ഗുരുതരാവസ്ഥയിലാണ് എന്നൊരു അപ്ഡേഷൻ കൂടിയുണ്ട്. എറണാകുളത്തെ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ചെറായി സ്വദേശിയായ യുവാവാണ് കുത്തിയത് എന്നുകൂടി ഇപ്പോൾ വാർത്ത പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രീരാജ് സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നുണ്ട്. നാളെ സ്വാതന്ത്ര്യദിനമാണെന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. ഒപ്പം തന്നെ അങ്ങനെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരുടെയൊക്കെ കമൻസ് വരുന്നുണ്ട്. നന്ദു പറയുന്നു ഞാനിടുന്ന കമൻസ് വരുന്നില്ല എന്നുണ്ട്. നന്ദു, നമ്മൾ ആ കമൻസ് കാണുന്നുണ്ട്. അതൊരു ട്രിക്ക് അല്ലേ, വായിച്ചല്ലോ. അതെ, നന്ദു ആദ്യമായിട്ടാണ് കമന്റ് ഇടുന്നതെന്ന് മുന്നേ ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു. അലൻ സിബി ഒരു കാര്യം ചോദിക്കുന്നു. ഈ വാർത്ത വായിക്കുന്ന ചേച്ചി സിംഗിൾ ആണോ എന്ന് ചോദിക്കുന്നു. ഒന്ന് മറുപടി പറഞ്ഞു കേട്ടോ. സിംഗിൾ ആണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ പ്രജിന്റെ ഡ്രസ്സിനെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. പ്രജിൻ ഡ്രസ്സ് നല്ലതാണെന്നും പറയുന്നുണ്ട്. അപ്പൊ മിനി ബാബുന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. മിനി നായർ പറഞ്ഞ പക്ഷേ ഡ്രസ്സ് വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാ കമന്റുകളും നമ്മൾ കാണുന്നുണ്ട്. വൈകാതെ എല്ലാ കമന്റുകൾക്കും മറുപടിയും തരാം. പ്രധാനപ്പെട്ട ഒരുപാട് ആവശ്യങ്ങളും പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം. അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ ഇന്നും ഓർമ്മിപ്പിക്കുന്നു, പ്രേക്ഷകർ കൂടി നമ്മുടെ ഈ ഷോയുടെ ഭാഗമാണ്. അത് നിങ്ങളുടെ കമന്റ് ബോക്സിൽ മാത്രം ഒതുങ്ങുന്നതല്ല, നേരെ നമ്മുടെ സ്ക്രീനിലേക്ക് എത്താനുള്ള വിദ്യയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്. സ്ക്രീനിൽ ഈ QR കോഡ് സ്കാൻ ചെയ്ത് സൂം കോൾ വഴി വീഡിയോ കോൾ ചെയ്തുകൊണ്ട് നമ്മുടെ സ്ക്രീനിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് എത്താം. അപ്പോൾ നേരിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ പറയാം. ഇപ്പോൾ ഈ കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല മൊബൈലിലെങ്കിൽ നേരെ ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും പോവുക. അവിടെ 24-ന്റെ പേജിൽ ഇതേ കോഡ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് നമ്മളെ കോൾ ചെയ്യാം. വീഡിയോ കോൾ ചെയ്ത് നിങ്ങളുടെ കുടുംബവും ഒത്തൊരുമിച്ചൊക്കെ നമ്മുടെ സ്ക്രീനിൻ്റെ ഭാഗമായിട്ട് വരാം. അപ്പോൾ വിശേഷങ്ങൾ നേരിട്ട് കേൾക്കാൻ കാത്തു നിൽക്കുകയാണ് നമ്മൾ. വിളിച്ചു തുടങ്ങാം. അതെ, നമ്മളങ്ങനെ പ്രേക്ഷകരെ കാത്തിരിക്കുകയാണ്. ഉടൻ തന്നെ പ്രേക്ഷകർ നമ്മളെ വിളിക്കും. നല്ല റേഞ്ച് ഉള്ള സ്ഥലത്ത്, നല്ല വെട്ടമുള്ള സ്ഥലത്തിരുന്ന് വിളിക്കണമെന്നും കൂടി പറയുകയാണ്. ഒപ്പം TV മ്യൂട്ട് ചെയ്തിട്ട് വേണം വിളിക്കാൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു സങ്കട വാർത്തയിലേക്ക് പോവുകയാണ്. ദിവസങ്ങളായി നമ്മൾ കാത്തിരുന്നൊരു പോസിറ്റീവ് വാർത്തയാണ്. പക്ഷേ അത് അങ്ങനെയല്ല ഇപ്പോൾ വരുന്നത്. പാരീസ് ഒളിമ്പിക്സ് ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ടിന് മെഡലില്ല. അയോഗ്യത ചോദ്യം ചെയ്തുള്ള വിനേഷിന്റെ അപ്പീൽ കായിക തർക്ക പരിഹാര കോടതി തള്ളി. നിയമപോരാട്ടം തുടരുമെന്നാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വിനേഷ് ഫോഗട്ടിനെ കൈവിട്ട കോടതിയും ഫൈനലിന് മുമ്പ് അയോഗ്യയാക്കിയ നടപടി റദ്ദാക്കണമെന്നും വെള്ളി മെഡൽ അനുവദിക്കണമെന്നുമുള്ള വിനേഷിന്റെ ആവശ്യം കായിക തർക്ക പരിഹാര കോടതി തള്ളി. 7-ാം തീയതി വിനേഷ് ഫോഗട്ട് നൽകിയ അപേക്ഷ തള്ളുന്നു. ആർബിട്രേറ്റർ ഡോക്ടർ അനബെല്ല ബെന്നറ്റിന്റെ ഒറ്റവരി ഉത്തരവ്. എന്തുകൊണ്ട് തീരുമാനമെന്ന വിശദമായ ഉത്തരവ് പിന്നീട് കോടതി പരസ്യപ്പെടുത്തും. 50 കിലോ ഫ്രീ സ്റ്റൈൽ ഫൈനലിന് മുമ്പ് നടത്തിയ ഭാരപരിശോധനയിൽ 100 ഗ്രാം കൂടുതൽ കണ്ടെത്തിയതോടെയാണ് വിനേഷിനെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അയോഗ്യയാക്കിയത്. ഗുസ്തി ഫെഡറേഷന് നിയമപ്രകാരം അയോഗ്യയാക്കപ്പെട്ട താരത്തിന് മെഡലിന് അർഹതയില്ല. ഒപ്പം മത്സരത്തിലെ അവസാന സ്ഥാനക്കാരിയായി രേഖപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ പ്രിലിമിനറി റൗണ്ടിന് ഇറങ്ങുമ്പോൾ തനിക്ക് നിയമപ്രകാരമുള്ള ഭാരമാണ് ഉണ്ടായിരുന്നതെന്നും വെള്ളി മെഡലെങ്കിലും അനുവദിക്കണമെന്നുമായിരുന്നു വിനേഷ് വാദിച്ചത്. എന്നാൽ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന ഗുസ്തി ഫെഡറേഷനും 2 വെള്ളി മെഡൽ അനുവദിക്കുക പ്രായോഗികമല്ലെന്ന് IOCയും കോടതിയിൽ നിലപാടെടുത്തു. വിനേഷ് ഫോഗട്ടിന്റെ കാര്യത്തിൽ നിയമപോരാട്ടം തുടരുമെന്നും ഗുസ്തി നിയമങ്ങളിൽ ആഴത്തിലുള്ള പരിശോധന വേണമെന്നും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ PT ഉഷ പറഞ്ഞു.
ഒളിമ്പിക്സിന് ശേഷം ശനിയാഴ്ച വിനേഷ് ഇന്ത്യയിൽ തിരിച്ചെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. തിരിച്ചടിക്ക് പിന്നാലെ വിനേഷ് അന്താരാഷ്ട്ര ഗുസ്തിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. കേസിലെയും കരിയറിലെയും ഭാവി പരിപാടികളെക്കുറിച്ച് വിനേഷിന്റെ പ്രഖ്യാപനം അന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒളിമ്പിക്സ് ഡെസ്ക് 24. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരു മെഡൽ നമുക്ക് നഷ്ടമാവുന്നു. എന്തായാലും നല്ല ഫൈറ്റായിരുന്നു നടത്തിയത്. പക്ഷേ ദൗർഭാഗ്യകരമാണ് ഒരു ഭാരപരിശോധനയിൽ പുറത്താവുക, അതും നമ്മൾ ഉറപ്പിച്ചൊരു മെഡൽ അത് നഷ്ടമാവുക. അത് നമുക്ക് വലിയ ഒരു ദുഃഖം തന്നെയാണ്. ഇനിയിപ്പോൾ 4 വർഷം കഴിഞ്ഞാൽ വിനേഷ് ഫോഗട്ട് ഇപ്പോഴുള്ള തീരുമാനമൊക്കെ മാറ്റിവെച്ച് വീണ്ടും ഗോദയിലേക്ക് ഇറങ്ങി നമുക്കൊരു സ്വർണം നേടിത്തരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ കമന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമന്റ്സ് വായന വളരെ കുറയുന്നുണ്ട് എന്ന് ആമിന കംപ്ലൈന്റ് പറയുന്നുണ്ട് കേട്ടോ. വായിച്ചേക്കാം. ഒരുപാട് കമന്റ്. KJ തോമസിന്റെ കമന്റിൽ ഞാൻ തുടങ്ങാം. പ്രജിൻ പ്രവിത, നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചിട്ടാണോ ഗുഡ് നൈറ്റ് പരിപാടി അവതരിപ്പിക്കാൻ വരുന്നത്, അതോ ഭക്ഷണം പിന്നീടാണോ കഴിക്കുന്നത്? ആണോ നമ്മളെ കുറിച്ചൊക്കെയുള്ള ചിന്തകൾ അല്ലേ? വളരെ സ്നേഹത്തോടെയാണ് പ്രേക്ഷകർ നമ്മുടെ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, പ്രവിതയും കഴിച്ചു. ഞാനും കഴിച്ചു. അതെ. പിന്നെ എന്താ സിജു പറയുന്നുണ്ട്, ഹായ് വണ്ടർഫുൾ സിംഗിങ് ബോത്ത്, കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞു. താങ്ക് യു സിജു. പിന്നെ സുരേഷ് പറയുന്നു, സൂപ്പർ പ്രാപ്ര, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വിഷസ് ടു യു ആൻഡ് ഹോൾ എസ്കെയിൻ ടീം. താങ്കൾക്കും സ്വാതന്ത്ര്യദിനാശംസകൾ സുരേഷ്. ശിവകുമാർ കെ പറയുന്നു, സ്വാതന്ത്ര്യദിനത്തിന് എന്തൊക്കെയാണ് 24ന്റെ സ്പെഷ്യൽ? ദേശീയത ഊട്ടി വളർത്താനുള്ള എന്തെങ്കിലും പ്രത്യേക പരിപാടികൾ ചിലതൊക്കെ ഉണ്ട്, നമുക്ക് നാളെ കാണാം. ഒപ്പം തന്നെ ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള കമന്റ്സ് വരുമ്പോൾ തോമസ് ജോർജ് പറയുന്നുണ്ട്, മുല്ലപ്പെരിയാർ ഇവിടെ മിണ്ടരുത് എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് അർജുൻ്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ട് ഉള്ള കമന്റ്സ് വരുന്നുണ്ട്. എല്ലാവരും നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ വിഷസ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചും എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഒരുപാട് അത്തരത്തിലുള്ള പാട്ടുകൾ പാടാൻ ഒക്കെ പറയുന്നുണ്ട്. നമുക്കത് പാടാം. ഒരുപാട് ദേശഭക്തി ഗാനങ്ങളൊക്കെ നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മിപ്പിക്കുമ്പോൾ വരുന്നുണ്ട്. നമുക്കത് പാടാം. സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു. ലോകത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകാനുള്ള കുതിപ്പിലാണ് രാജ്യമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ബഹിരാകാശ രംഗത്തെ നേട്ടങ്ങളെ രാഷ്ട്രപതി പ്രകീർത്തിച്ചു. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയവർക്ക് അനുമോദനവുണ്ടായി. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനത്തെ അഭിനന്ദിച്ച രാഷ്ട്രപതി പുതിയ ക്രിമിനൽ നടപടി ചട്ടങ്ങൾ കൊളോണിയൽ ഭൂതകാലത്തിന്റെ മറ്റൊരു അവശേഷിപ്പ് കൂടി ഇല്ലാതാക്കിയെന്നും കൂട്ടിച്ചേർത്തു. I wish everyone a very happy Independence Day. It is a matter of pride for all that India has become the 5th largest economy in the world, and we are also poised to become one of the top 3 economies soon. In recent years, India has made unprecedented advances in space exploration. Along with you all, I also eagerly look forward to the launch of the Gaganyaan mission next year, which will take a team of Indian astronauts into space aboard India's first human space flight. The Indian contingent put up its best efforts in the recently concluded Paris Olympic Games. I appreciate the dedication and hard work of the players. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല. യെസ്, അങ്ങനെ നമ്മൾ വെറും ഒരു മണ്ണല്ല എന്ന് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിനു മുമ്പിൽ മാതൃകയാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു. സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് രാജ്യം അങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. നാളെ രാവിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തും. ഡൽഹിയിലും ജമ്മു കശ്മീരിലും ഉൾപ്പെടെ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. വികസിത ഭാരതമെന്നാണ് ഇത്തവണത്തെ സ്വാതന്ത്ര്യദിന പ്രമേയം. സ്ത്രീകളും കർഷകരും യുവാക്കളും തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശിഷ്ടാതിഥികൾ. ചെങ്കോട്ടയിലും പരിസരത്തും അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 10,000-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയും 3,000-ലധികം ട്രാഫിക് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചു. ആന്റി ഡ്രോൺ, ആന്റി എയർക്രാഫ്റ്റ് സംവിധാനങ്ങളും സ്ഥാപിച്ചു. ചെങ്കോട്ടയ്ക്ക് സമീപം പട്ടം പറത്തുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന പാതകളിൽ ബാരിക്കേഡുകളും താൽക്കാലിക നിരീക്ഷണ പോസ്റ്റുകളും സ്ഥാപിച്ചു. മാളുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങി തിരക്കേറിയ ഇടങ്ങളിലെല്ലാം പോലീസും അർദ്ധസൈനിക വിഭാഗവും സുരക്ഷയൊരുക്കിയിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. 9 പേർക്കാണ് മെഡലുകൾ. വിശിഷ്ട സേവനത്തിനുള്ള മെഡലിന് ADGP H. വെങ്കിടേഷ് അർഹനായി.
അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇത്തവണ ഡൽഹിയിൽ ഒരുക്കിയിരിക്കുന്നത്. വിവിധയിടങ്ങളിലായി 300-ലധികം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നഗരം മുഴുവൻ ഈ ക്യാമറ നിരീക്ഷണത്തിലായിരിക്കും. ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിൽ ചിലയിടങ്ങളിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ മോഹൻകുമാറിനൊപ്പം വിനീത VG 24. യെസ്, അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പറയുന്നതുപോലെ ഒരുക്കങ്ങൾ തകൃതിയാണ്. ഒരു ത്രിവർണ്ണ ശോഭയിലാണ് രാജ്യം എന്ന് പറയാം. അപ്പോൾ എന്താണ് കേരളത്തിലെ ഒരുക്കങ്ങൾ എന്ന് കൂടി നമുക്ക് നോക്കാം. കേരളത്തിൽ ഇങ്ങനെ കൊച്ചിയിൽ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ ആഘോഷത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകുമ്പോൾ കൊച്ചിയിൽ ആഘോഷങ്ങൾ വരുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇടമാണ് ബ്രോഡ്വേ. അപ്പോൾ ബ്രോഡ്വേയിലെ സ്വാതന്ത്ര്യദിന ഒരുക്കങ്ങൾ എങ്ങനെയാന്ന് നോക്കാം. ഓരോ ആഘോഷങ്ങൾ എത്തുമ്പോഴും കൊച്ചി നഗരത്തിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രമാണ് ബ്രോഡ്വേ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കടകൾക്കെല്ലാം ത്രിവർണ്ണ നിറമാണ്. പതാക മുതൽ ബാഡ്ജുകൾ വരെയുള്ള വിവിധ വസ്തുക്കൾ വിൽപ്പനയ്ക്ക് തയ്യാർ. വസ്ത്രത്തിൽ ധരിക്കാവുന്ന കുഞ്ഞൻ ബാഡ്ജുകൾ, കടലാസിൽ നിർമ്മിച്ച അലങ്കാര വസ്തുക്കൾ, ലോക്കറ്റുകൾ, മാലകൾ, ഇന്ത്യൻ ഭൂപടത്തിന്റെ പടമുള്ള ബനിയനുകൾ തുടങ്ങിയവയെല്ലാം വിപണിയിൽ സുലഭം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ കുറഞ്ഞതോടെ കച്ചവടത്തിലും മങ്ങലുണ്ടായെന്ന് വ്യാപാരികൾ. പിന്നെ നമ്മുടെ വയനാടിൻ്റെ ഒരു ഇഷ്യൂസ് കാരണം ആഘോഷങ്ങളൊക്കെ കുറയ്ക്കാൻ പറഞ്ഞപ്പോൾ ഇതൊന്നല്ല, ശരിക്കും സാധാരണ ഇതൊന്നല്ല ഇവിടുത്തെ ഈ സമയത്ത് തിരക്കെന്ന് പറഞ്ഞാൽ നല്ല റഷായിരിക്കും. ഇപ്പോഴത്തെ കണ്ടീഷനിലെ വയനാടിൻ്റെ ഒരു കേസ് പറഞ്ഞു, അത് കാരണം പിന്നെ ആൾക്കാർ ആഘോഷം കുറച്ചു തോന്നുന്നു. സ്കൂളുകളൊക്കെ കുറവാണ്. എല്ലാവർക്കും ഒരുപോലെ അല്ല ഇപ്പോൾ, കാരണം സമത്വമില്ല. കാരണം ഉള്ളവരെ മാത്രമേ ഉള്ളൂ, ഇല്ലാത്തവർക്കൊന്നുമില്ല. സ്കൂളിൽ പരേഡിനായി വിദ്യാർത്ഥികൾ, ഓഫീസുകളിൽ ആഘോഷങ്ങൾക്കായി ജീവനക്കാർ, റാലികൾക്കായി കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങി ആവശ്യക്കാരുടെ നീണ്ട നിരയാണ് എങ്ങും. എല്ലാവരും ആഘോഷിക്കുന്ന ഒരു പരിപാടി, എല്ലാവരുടെയും സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ദിവസമായിട്ട് ആഘോഷിക്കുന്നതിൽ സന്തോഷം. രാഷ്ട്രീയം, അതുപോലെ മതം, അതിനെക്കാട് ഉപരി ജനങ്ങൾ തമ്മിൽ ഐക്യമാണ് സ്വാതന്ത്ര്യം. അത് നേടിത്തന്ന മഹാത്മാക്കൾ നമ്മൾ ഇപ്പോഴും സ്മരിക്കേണ്ട വളരെ അത്യാവശ്യമാണ്. മുംബൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നുമായി വിവിധ സാമഗ്രികളാണ് ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ വിപണിയിലെത്തിയിരിക്കുന്നത്. രാജ്യം അതിന്റെ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ്. കൊച്ചി നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ബ്രോഡ്വേ ത്രിവർണ്ണ പൂരിതമാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് കൊച്ചിയിൽ നിന്നും YS അഭിനന്ദ്, 24. അതെ, നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. നമ്മുടെ ത്രിവർണ്ണ പതാകയുടെ ആ നിറങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് വീഥികളിലെല്ലാം. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചേറെ സന്തോഷമുള്ള ഒരു സമയം കൂടിയാണ്. അതെ, 78 വർഷം എന്ന് പറയുന്നത് അതൊരു വലിയ കാലയളവാണ്. അപ്പോൾ നമ്മൾ സ്മരിക്കേണ്ട ഒരുപാട് പേരുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. അതൊക്കെ മനസ്സിലേക്ക് വരണം. ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇരച്ചെത്തേണ്ട ഒരു നേരം കൂടിയാണ്. ആ ഊർജ്ജമാണ് നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ പോക്കിന് ഒരു കരുത്ത് പകരേണ്ടത്. എത്തിയിട്ടുണ്ട് ഒരു വാർത്ത, ഒരു ബ്രേക്കിംഗ് വാർത്തയാണ്. അത് മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് പങ്കുവച്ചതാണ്. ഖുഷ്ബു ദേശീയ വനിതാ കമ്മീഷൻ അംഗത്വം രാജിവെച്ചു എന്നൊരു വാർത്ത ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് വരുന്നു. ദേശീയ വനിതാ ശിശുക്ഷേമ മന്ത്രാലയം ആ രാജി സ്വീകരിച്ചു എന്നും പറയുന്നുണ്ട്. അതിലെന്താണ് അങ്ങനെ രാജി നൽകാനിടയായ സാഹചര്യം എന്താണ് എന്നൊക്കെയുള്ള വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത ഇതാണ്. ദേശീയ വനിതാ കമ്മീഷൻ അംഗത്വം ഖുഷ്ബു, നടിയും രാഷ്ട്രീയ പ്രവർത്തകയുമായ ഖുഷ്ബു രാജിവെച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ തിരികെ നമ്മുടെ സെഗ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകൻ റെഡി ആയിട്ടുണ്ട്. റിനോ ആണ്, സൗദി അറേബ്യയിൽ നിന്നാണ്. എവിടെ പെട്ടെന്ന് വരട്ടെ റിനോ. ഹായ്. റിനോ. റിനോ മാത്യു, നാട്ടിലെവിടെയാണ് റിനോ? ഞാൻ വയനാട്ടില്. വയനാട്ടിലാണ്. വയനാട്ടിൽ ഈ പറയുന്ന ദുരന്ത മേഖലയിലാണോ, എവിടെയെങ്കിലും ആണോ? അവിടുന്ന് 30 കിലോമീറ്റർ ഉണ്ട്. ഞാൻ പൊഴുതനാന്ന് പറയുന്ന സ്ഥലത്താ. ഏതാണ്ട് അടുത്താണല്ലേ? അതെ, കുറിച്ചമല പണ്ട് ഉരുള് പൊട്ടിയ സ്ഥലം. അതെ. ഈ ഭാഗം ഇത്തവണ ഉണ്ടായി മുണ്ടക്കൈ മേപ്പാടി മേഖലയിൽ അറിയുന്നവരാരെങ്കിലും ഉണ്ടോ? സുഹൃത്തുക്കളോ? വീടിന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. വിവരമുണ്ടോ? ഇല്ല, ഫാമിലിയിലെ 3 പേര് പോയി, ഒരാൾ മാത്രമേ ഉള്ളൂ ഇപ്പോ. വയനാട്ടിൽ നീ പറയുന്ന പോലെ റിനോ, ആര് വിളിച്ചു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള വാർത്തകൾ ഏതെങ്കിലും രീതിയിൽ ഒരു കണക്ഷൻ ഉണ്ടാവും ഈ ദുരന്തത്തിൽപ്പെട്ടവരുമായിട്ട്. ഒരു പക്ഷേ കാണാതായ ആൾക്കാർ, അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്ക് പറ്റിയവർ, അല്ലെങ്കിൽ ഈ ഉരുളെടുത്ത ആൾക്കാർ ഫാമിലിയിൽ ഉണ്ടായിരുന്നു. കണ്ടു കിട്ടിയിട്ടില്ലെന്നാ പറഞ്ഞത് ഇതുവരെ.
റീനോ, ഈ വാർത്ത ഒക്കെ അവിടെ നിന്നായിരിക്കില്ല അറിഞ്ഞിട്ടുണ്ടാവുക അല്ല? ഇങ്ങനെ ഇപ്പോ അതെ 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 എന്ത് തോന്നി അപ്പം? ഈ പറയുന്ന പോലെ ആ മേഖല ആകെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ പറയുന്നത് പോലെ ഒന്നിനു പിറകെ ഒന്നായി ഇത് സംഭവിക്കുന്നുണ്ടല്ലോ. അതെ, കാരണം നാട്ടില് വെക്കേഷൻ ഒക്കെ പോകുമ്പോ ആ ഏരിയയിലൊക്കെ പോവാറുണ്ടായിരുന്നു. ഇപ്പൊ അത് കണ്ടപ്പോ ഭയങ്കര സങ്കടം. അതെ, റിനോ വളരെ സന്തോഷത്തോടെയാണ് നമ്മളെ വിളിച്ചത്. പക്ഷേ ഈ വയനാടിന്റെ അല്ല, കാര്യം നമുക്കത് ചോദിക്കുമ്പോൾ ചോദിക്കാതിരിക്കാനും കഴിയില്ല റീനോ, നമ്മുടെ അതുകൊണ്ടാണ് മൂഡ് ആകെ ചോദിച്ചത്. മാറും. അതെ, റിനോ നാട്ടിലേക്ക് ഇനി എപ്പോഴാണ്? നാട്ടിലേക്ക് ജനുവരി ഒക്കെ ആവും. ഇപ്പൊ നാട്ടിൽ നിന്ന് വന്നോളൂ, ലീവ് കഴിഞ്ഞ് വന്നോളൂ. ശരി ശരി. അവിടെ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് പറയൂ വിശേഷങ്ങൾ അവിടുത്തെ. ഞാനിവിടെ KFC-യിലെ മാനേജറായിട്ട് വർക്ക് ചെയ്യാം. ആഹാ, ഓ, വെരി ഗുഡ്. ശരി. ഓക്കെ, KFC എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് പേരുടെ പ്രിയപ്പെട്ട ഒരു ഭക്ഷണശാലയാണ്. അതെ. അപ്പോ നമ്മുടെ ഈ ജോലി തിരക്കിനിടെ ഇടയിലൊക്കെ നമ്മുടെ ഈ ഷോസ് ഒക്കെ കാണാൻ പറ്റാറുണ്ടോ? വാർത്തകളൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ എന്നും കാണാറുണ്ട്. 24 ആണ് എന്നും കാണുന്നത് അല്ലേ? സോങ് ഇടയ്ക്ക് മിസ്സായി പോ, എന്നാലും കാണാറുണ്ട്. ഒരുപാട് സന്തോഷം റിനോ. അപ്പൊ എന്തെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ പ്രത്യേകിച്ച് നമ്മളോട് പറയാനുണ്ടോ പ്രേക്ഷകരോട്? അല്ല, ഞാൻ 24 കാണാറുണ്ട്. നല്ല പരിപാടിയാണ്, ഇഷ്ടപ്പെട്ടു. എല്ലാ സെഗ്മെന്റും അടിപൊളിയാണ്. താങ്ക് യു സോ മച്ച് റിനോ. ഒരുപാട് നന്ദി. തുടരുക, നാട്ടിൽ വരുമ്പോൾ കാണാം കേട്ടോ. അപ്പൊ റിനോ മാത്യു ആണ് വിളിച്ചത്, വയനാടുകാരനാണ്. അതെ, നമുക്കിനി നേരെ സെഗ്മെന്റിലേക്ക് അല്ലേ, പ്രധാനപ്പെട്ട ഒരു സെഗ്മെന്റിലേക്ക് കടക്കാം. ഈ ഭക്ഷണത്തിൽ നാരടങ്ങിയ ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണം കഴിക്കണം നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഇപ്പോൾ ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ അറിയണ്ടേ? അതെ, തീർച്ചയായിട്ടും. അപ്പം എന്താണ് അതിന്റെ ഗുണം? ഇതൊക്കെ നമുക്ക് ഇന്ന് പറഞ്ഞു തരുന്നു ഡോക്ടർ സൗമ്യ സിറിൻ. കാണാം ഡോക്ടറിൻ. നമ്മുടെ ഭക്ഷണത്തിൽ ഫൈബർ ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. എന്താണ് ഈ ഫൈബർ കണ്ടെയ്നിങ് ഫുഡ് ഐറ്റംസ്? നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മൾ കഴിക്കുന്ന അരി, അത് തവിടോട് കൂടിയുള്ള അരി കഴിക്കുന്നതാണ് എപ്പോഴും പോളിഷ്ഡ് ആയിട്ടുള്ള അരി കഴിക്കുന്നതിനേക്കാൾ നല്ലതെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ തവിട് എന്ന് പറയുന്നത് ഒരു അരിക്ക് മുകളിലുള്ള ഒരു ആവരണമാണ്. ഇത് നമ്മൾ നല്ലൊരു ഫൈബർ ആയിട്ട് വർക്ക് ചെയ്യുകയും നമ്മുടെ കോളനെ, നമ്മുടെ കുടലിനെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് പച്ചക്കറികളിലും പഴങ്ങളിലും ഒക്കെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. സോ ഇതെല്ലാം നമ്മുടെ ദൈനംദിനമായിട്ടുള്ള ഭക്ഷണത്തിന്റെ ഒരു പാർട്ട് നമ്മൾ പച്ചക്കറിയും അതുപോലെ തന്നെ പഴങ്ങളും ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇത് പ്രധാനമായിട്ടും നമ്മുടെ കോളൻ ക്യാൻസർ, നമ്മുടെ കുടലിനുണ്ടാവുന്ന ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ ഈ പറയുന്ന ഫൈബർ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഫൈബർ ഇല്ലാത്ത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളിൽ, അതായത് കൂടുതലായിട്ടുള്ള ജങ്ക് ഫുഡുകൾ, പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ, പിസ്സ, ബർഗർ, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റിയ ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു തരത്തിലുള്ള ഫൈബർ അവരുടെ ശരീരത്തിലേക്ക് പോകുന്നില്ല. അതിന്റെ ഫലമായിട്ട് അങ്ങനെയുള്ള ആളുകളിൽ കോളൻ ക്യാൻസർ, കുടലിലെ ക്യാൻസർ കൂടുതലായിട്ട് കാണുന്നു എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണ്. സോ ദൈനംദിനമായിട്ടുള്ള നിങ്ങളുടെ ഭക്ഷണത്തിൽ ഫൈബർ കണ്ടെയ്നിങ് ആയിട്ടുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. യെസ്, അപ്പോൾ അതാണ് നാരുള്ള ഭക്ഷണം കഴിക്കണം എന്ന് നേരത്തെ നമ്മളടുത്ത് പറഞ്ഞു തരാനുള്ള കാരണം അതാണ്. ഡോക്ടർ വളരെ വിശദമായി തന്നെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. യെസ്, ഫിലിപ്പൈൻ യുവതിക്ക് വരൻ പാലക്കാട്ടുകാരൻ. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഇരുവരുടെയും വിവാഹം വീട്ടുകാരുടെ ആശീർവാദത്തോടെ പാലക്കാട് വെച്ചാണ് നടന്നത്. ഫിലിപ്പൈൻ ഭാഷ അറിയില്ലെങ്കിലും പ്രണയത്തിന് അത് തടസ്സമേ അല്ല എന്നാണ് കൊടുവായൂർ സ്വദേശിയായ സതീഷ് സുന്ദരൻ പറയുന്നത്. പാലക്കാട് ഇന്നൊരു വ്യത്യസ്തമായ വിവാഹം നടന്നു. പാലക്കാട്ടുകാരനായ വരനും ഫിലിപ്പീൻ സ്വദേശിയായ വധുവും തമ്മിലായിരുന്നു ആ വിവാഹം. ഇപ്പോൾ വിവാഹം കഴിഞ്ഞവർ പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. എങ്ങനെയായിരുന്നു ഈ ഒരു രണ്ടുപേരും തമ്മിലൊരു പരിചയം? എങ്ങനെയാണ്? ഞങ്ങൾ ഫേസ്ബുക്കിലാണ് പരിചയപ്പെട്ടത്. അങ്ങനെ ഇഷ്ടപ്പെട്ടു, ഞാൻ പ്രപ്പോസ് ചെയ്തു, അവളും ഓക്കെ ആയി, അത് അവളും അംഗീകരിച്ചു. ഞങ്ങൾ പിന്നെ ഒരു 7 വർഷത്തെ റിലേഷൻഷിപ്പാണ്. പിന്നെ അവൾ സൗദിയിലായിരുന്നു ഫസ്റ്റ്. ഞാനപ്പോൾ സൗദിയിൽ നിന്ന് ദുബായിലേക്ക് അവളെ ഇൻവൈറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ ദുബായിൽ വെച്ച് കണ്ടുമുട്ടി. ഇപ്പോൾ രണ്ടുപേരും ദുബായിലാണ്. അപ്പോൾ ഇങ്ങനെ കേരളത്തിൽ വെച്ചിട്ട് തന്നെ ഒരു വിവാഹം എന്നുള്ളതായിരുന്നു താങ്കളുടെ ഒരു ആഗ്രഹം? അതെ, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേരളത്തിൽ തന്നെ വന്നിട്ട് സാധാരണ രീതിയിൽ നമ്മുടെ രീതിയിൽ വിവാഹം കഴിക്കുക എന്നുള്ളത്. അത്രേ ഉള്ളൂ. ആൾക്ക് മലയാളമൊക്കെ പറയാൻ അറിയോ? ഇല്ല, മലയാളം അറിയില്ല. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിലാണോ? ഇംഗ്ലീഷിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഈ ഫിലിപ്പീൻ ഇല്ല, എനിക്കറിയില്ല. നമ്മൾക്ക് എങ്ങനെയാണോ മലയാളം അതുപോലെയാണ് അവർക്ക് ഫിലിപ്പീൻസ്. Ngayong araw po na to yung kasal namin ni Sati, and sana po maging okay ang lahat. അപ്പോൾ എന്തായാലും അവർക്ക് വളരെ ശുഭകരമായിട്ടുള്ളൊരു ജീവിതം, മുന്നോട്ടുള്ളൊരു ജീവിതം ഉണ്ടാകട്ടെ. ശ്യാം ബാലുവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.